പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും CPIM തരം താഴ്ത്തിയ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും. ഇന്നോ നാളെയോ തിരുവനന്തപുരത്തെത്തി ശശി രാജിക്കത്ത് നൽകുമെന്നാണ് അറിയുന്നത്. എന്നാൽ PK ശശിക്കെതിരെ നടപടിയെടുത്തു എന്ന റിപ്പോർട്ടുകൾ CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തള്ളി. അപ്പോൾ ഇന്നിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. അദ്ദേഹത്തെ നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം. ഏരിയ കമ്മിറ്റിയുടെ ചുമതല UT രാമകൃഷ്ണൻ മാഷിന്റെ മാറ്റി. ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ശശിക്കെതിരായ നടപടിയെക്കുറിച്ച് തനിക്കറിയില്ല എന്നായിരുന്നു MB രാജേഷിന്റെ പ്രതികരണം. പക്ഷേ ഈ അഴിമതി രഹിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികൾ പാർട്ടി നേതൃത്വം തന്നെ ചെയ്യുന്നു എന്നുള്ളത് ഇന്നലെ ഉണ്ടായ തീരുമാനവും അങ്ങനെയാണോ? എനിക്ക് അറിഞ്ഞൂടാ എന്താ ഇന്നലെ തീരുമാനം ഉണ്ടായിരുന്നു. അല്ല ഞാൻ അറിഞ്ഞിട്ടില്ല. മിനിസ്റ്ററും കൂടി പങ്കെടുത്തില്ല. ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. മിനിസ്റ്റർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നല്ലോ. ഇങ്ങനൊരു നടപടിയെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടേത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സൂരജ്, CPM എടുത്ത ഈ നടപടിയെക്കുറിച്ച് വിശദീകരിക്കാൻ സംസ്ഥാന സെക്രട്ടറി തയ്യാറായില്ലേ? എന്തായിരുന്നു MB ഗോവിന്ദന്റെ പ്രതികരണം? ഗോപികൃഷ്ണൻ, തീർത്തും ഇത്തരത്തിലൊരു നടപടി PK ശശിക്കെതിരെ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഉൾപ്പെടെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം ഈ ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന സാമ്പത്തിക തട്ടിപ്പ് പരാതിയിലാണ് PK ശശിയെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിച്ചത്. പിന്നീട് KTDC സ്ഥാനം അടക്കം അദ്ദേഹം ഇന്നോ നാളെയോ PK ശശി രാജിവെക്കും എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ MB ഗോവിന്ദനാകട്ടെ PK ശശി ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന കാര്യം അറിഞ്ഞിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ല. ഇനി രാജിവെക്കുകയാണെങ്കിൽ തന്നെ അത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിരിക്കും. പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയോ എന്ന് ചോദിക്കുന്ന സമയത്തും തരം താഴ്ത്തിയോ നടപടിയിലേക്ക് പോയോ എന്ന് ചോദിക്കുന്ന സമയത്തും CPM സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നത് ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി PK ശശി തുടരുകയാണ്. ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടിയും ഇതുവരെയും PK ശശിക്ക് നേരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് MB ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. അതേസമയം ഈ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടിക്കകത്ത് നടന്ന അച്ചടക്ക നടപടിയെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ MB ഗോവിന്ദൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്തായാലും ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിയുടെ ഉൾപാർട്ടി നടപടികളാണ്, അതുകൊണ്ട് തന്നെ അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് CPM സംസ്ഥാന സെക്രട്ടറി എടുത്തത്. ഏതായാലും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കും. ഇന്നോ നാളെയോ തിരുവനന്തപുരത്ത് എത്തി ശശി രാജിക്കത്ത് നൽകുമെന്നാണ് അറിയുന്നത്. പക്ഷേ നടപടിയെടുത്തെന്ന റിപ്പോർട്ടുകൾ CPM സംസ്ഥാന സെക്രട്ടറി തള്ളുകയും ചെയ്തിരിക്കുന്നു. നിഖിൽ പ്രമേഷ് നമ്മളോടൊപ്പം ഉണ്ട്. നിഖിൽ, PK ശശി നാളെ ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കും എന്നറിയുന്നു. എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ നിഖിൽ? ഗോപി, നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഇതിനോടകം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. നാളെ അദ്ദേഹം രാജി സമർപ്പിച്ചേക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് നമ്മൾ അറിയുന്നത്. നിലവിൽ ബ്രാഞ്ച് മെമ്പർ മാത്രമായിരിക്കെ തനിക്ക് KTDC ചെയർമാനായി തുടരാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ രാജി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സമിതിയായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ സാമ്പത്തിക പരാതികളടക്കം അന്വേഷിച്ചത്. ആ പരാതിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുഴുവൻ സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങൾ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരന്റെ ശൈലിയിലുള്ള ജീവിതമായിരുന്നില്ല PK ശശിയുടേത് എന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ് PK ശശിയുടെ പല പ്രവർത്തനങ്ങളെന്നും മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ലെന്നും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഗുരുതര വീഴ്ചയാണ്, അതോടൊപ്പം തന്നെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങിയ നിരവധി പരാതികൾ, ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ജില്ലാ കമ്മിറ്റിയിലും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതൊക്കെ കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ ചുമതലകളിൽ നിന്ന് നീക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും KTDCയുടെ ചെയർമാനായി തുടരാൻ സാധിക്കില്ല എന്നുള്ള
സാഹചര്യം കൂടി രൂപപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തന്നെ രാജിവെക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതും രാജി സമർപ്പിക്കാൻ ഒരുങ്ങുന്നതും. ഒരുപക്ഷെ ഇന്ന് അല്ലെങ്കിൽ നാളെ അദ്ദേഹം രാജിവെക്കുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം തേടിയിരുന്നു. താൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിവരവും തന്റെ കയ്യിലില്ല എന്നാണ് MP രാജേഷ് പറഞ്ഞത്. ഞാനിപ്പോൾ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറിയെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തെ